ഈ പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെ നമ്മുടെ അടുത്ത ഭരണത്തിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പറയുമ്പോൾ ചിലപ്പോൾ പറയുന്നത് 100 പേജിന്റെ ബുക്കല്ല, 200 പേജിന്റെയോ അല്ലെങ്കിൽ വലിയ ഡയറിയൊക്കെ വേണ്ടി വരും ആ കാരണങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നതാണെങ്കിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. മധ്യപ്രദേശിൽ മുന്നേ ഒരു വ്യാപം സ്കാം കേസ് നമുക്കറിയാം. അതായത് മധ്യപ്രദേശിലെ സർക്കാർ, അതായത് BJP സർക്കാർ വ്യാപകമായിട്ട് സർക്കാർ സർവീസിൽ പാർട്ടി അനുഭാവികളെയും പ്രവർത്തകരെയും ബാക്ക്ഡോറിൽ കൂടെ തിരികെ കയറ്റിയ ഒരു വിഷയം. അത് പിന്നീട് CBI അന്വേഷിക്കുന്നു. അതിന്റെ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ കുറേയധികം പിരിച്ചുവിടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വസ്തുത നമുക്കറിയാം. അതിന് സമാനമായ വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ, ഞാൻ 20 വർഷം എന്ന് പറയാം, അതിന്റെ മുന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് മുന്നേ ഉള്ള ആ ഒരു LDF ഗവൺമെന്റിന് സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വ്യാപകമായി ഈ സഖാക്കള ബാക്ക്ഡോറിലൂടെ സംസ്ഥാന സർക്കാരിന്റെ സർവീസിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അത് തിരികെ കയറ്റുന്ന വെച്ചാൽ ചിലതൊക്കെ നമ്മുടെ വാർത്തകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് അത് പാടില്ല, റദ്ദ് ചെയ്ത്. എന്നാൽ അത്തരത്തിൽ വരാത്ത കുറേയധികം കേസുകൾ ഉണ്ട്. താൽക്കാലിക നിയമനം വഴി പിന്നെ കുറെ ആളുകളെ കയറ്റുക, അവരെ സ്ഥിരപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ PSCയിൽ തന്നെ നമുക്കറിയാം, PSCയിൽ ചോദ്യ പേപ്പർ ചോർന്നതും വെറും കൊടും ക്രിമിനലുകളായ 2 പേര് SFI ക്രിമിനലുകൾ പോലീസ് ലിസ്റ്റിലേക്ക് കയറിപ്പറ്റിയതും, അങ്ങനെ വലിയൊരു തട്ടിപ്പ് ഈ സർക്കാർ സർവീസിൽ തന്നെ നടന്നു. എന്ന് വെച്ചാൽ നമ്മളെ അഭ്യസ്തരവിദ്യരായ ചെറുപ്പക്കാരെ ശരിക്കും വഞ്ചിച്ച, അവരെ പറ്റിച്ച, അവരോട് ക്രൂരത കാട്ടിയ ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ ഗവൺമെന്റ്. അപ്പൊ അതിനെ ആട്ടി പിടിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ മുന്നിൽ നിൽക്കേണ്ട ആരാ? നമ്മുടെ യൂത്താണ്. കാരണം അടുത്തൊരു ഗവൺമെന്റ് വന്നാൽ മാത്രമേ ഇതൊരു ഐസ് മലയിലെ ടിപ്പ് നമ്മൾ പറയില്ലേ, അതുപോലെ അടുത്തൊരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു സ്വതന്ത്രമായ അന്വേഷണം നടത്തും. ഓൾറെഡി നമ്മൾ UDFന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ശക്തമായൊരു ഓഡിറ്റിംഗ് വിധേയമാക്കും. കഴിഞ്ഞ 10 വർഷത്തെ നിയമനമൊക്കെ പരിശോധിക്കും. എത്രത്തോളം വലിയ നിയമവിരുദ്ധതയും ക്രമക്കേടും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ കാര്യം പറ്റിയവർക്കൊന്നും ആർക്കും തന്നെ, അതായത് നമ്മളെ കഷ്ടപ്പെട്ട് പഠിച്ച് എലിജിബിളായ ആളുകളെ വഞ്ചിച്ച് അങ്ങനെ ആരും അങ്ങനെ സർക്കാർ സർവീസിൽ ബാക്ക്ഡോറിലൂടെ കയറേണ്ട എന്നുള്ളൊരു നിലപാട് UDFനുണ്ട്.